Hello all, once again welcome back to MLT Academy. Today we'll be discussing about examination of pleural fluid. So last session already we discussed introduction അതായത് ബോഡി ഫ്ലൂയിഡിൻ്റെ എക്സാമിനേഷൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള സെഷൻസിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഫ്ലൂയിഡ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും. സോ ബിഫോർ ഗോയിങ് ഓൺ ടു ദ പ്ലൂറൽ ഫ്ലൂയിഡ് എക്സാമിനേഷൻ നമ്മൾ പ്ലൂറൽ ക്യാവിറ്റി എന്താണെന്നും എങ്ങനെയാണ് ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നതെന്നും കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാക്കണം. സോ പ്ലൂറൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദ ലെയർ ബിറ്റ്വീൻ ഓർ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ സ്പേസ് ബിറ്റ്വീൻ ദ വിസറൽ പ്ലൂറ ആൻഡ് ദ പെരൈറ്റൽ പ്ലൂറ. വിസറൽ പ്ലൂറ എന്ന് പറഞ്ഞാൽ ഇന്നർ ലെയർ ആണ്, പെരൈറ്റൽ പ്ലൂറ എന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ ആണ്. ഈ രണ്ട് ലെയേഴ്സ്, അതായത് പ്ലൂറ എന്ന് പറയുമ്പോൾ രണ്ട് ലെയേഴ്സ് ആണ്. ഈ രണ്ട് ലെയേഴ്സിനിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ പ്ലൂറൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്ലൂറൽ ക്യാവിറ്റിയിൽ കാണുന്ന ഫ്ലൂയിഡിനെയാണ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വലി ഈ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പെരൈറ്റൽ പ്ലൂറയുടെ കാപ്പിലറീസിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു അൾട്രാ ഫിൽട്രേറ്റ് ഓഫ് പ്ലാസ്മയാണ്. Okay, so you can see from the picture given here, you can see the inner layer of pleura, that means the visceral pleura, and the outer layer of pleura, and in between ആയിട്ട് ഒരു യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന സ്പേസ് ആണ് പ്ലൂറൽ ക്യാവിറ്റി. ആൻഡ് അവിടെ കാണുന്ന ഫ്ലൂയിഡാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓർ ഇൻക്രീസ്ഡ് വോളിയം കാണുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് എസ് പ്ലൂറൽ എഫ്യൂഷൻ. പ്ലൂറൽ എഫ്യൂഷൻ വരുന്ന സമയത്ത് പ്ലൂറൽ എഫ്യൂഷനുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റ് എക്സ്റേയുടെ പിക്ചറാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, now pleural fluid is always produced continuously at a constant rate. Continuously pleural fluid produce ചെയ്യപ്പെടുന്നുണ്ട്, and it depends upon the capillary hydrostatic pressure, plasma colloid oncotic pressure and capillary permeability. ഇത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും അത് ട്രാൻസുഡേറ്റ് എക്സുഡേറ്റ് ആവുന്ന റീസൺസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ. ആൻഡ് പ്ലൂറൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അത് റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വിസറൽ പ്ലൂറയുടെ ലിംഫാറ്റിക്സിലേക്കും വെന്യൂൾസിലേക്കും അത് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അറ്റ് എ ടൈം ദ വോളിയം ഓഫ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, ബിക്കോസ് പ്രൊഡക്ഷൻ അനുസരിച്ച് തന്നെ അത് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ നോർമലി ഈ പ്ലൂറൽ ക്യാവിറ്റിനകത്ത് വളരെ കുറച്ച് ഫ്ലൂയിഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബിക്കോസ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ ലൂബ്രിക്കൻ്റ് ഫംഗ്ഷനാണ്. അതായത് ബ്രീതിങ്ങിൻ്റെ സമയത്ത് ഈ രണ്ട് മെംബ്രെയിൻസ്, അതായത് ഇന്നർ പ്ലൂറ ആൻഡ് ഔട്ടർ പ്ലൂറ തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ആക്ച്വലി ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് എക്സസ് ആയിട്ട് പ്ലൂറൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് ആസ് എ പ്ലൂറൽ എഫ്യൂഷൻ. ആൻഡ് പ്ലൂറൽ എഫ്യൂഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി നമ്മൾ കണ്ട പോലെ ലാറ്ററൽ ഡീക്യൂബിറ്റസ് ചെസ്റ്റ് എക്സ്റേ, ultrasonography and radiography. And normal composition of pleural fluid പറയുകയാണെങ്കിൽ it is similar to plasma because it is a filtrate of the plasma. Then pH എന്ന് പറഞ്ഞാൽ 7.60 to 7.64. Protein is less than 1.5 gram per deciliter. WBC is less than 1000 cells per cubic millimeter. Glucose എന്ന് പറയുന്നത് 17 to 110 milligram per deciliter. And lactate dehydrogenase is less than 50% of plasma. That means പ്ലാസ്മയിൽ കാണുന്ന LDHൻ്റെ 50%-നേക്കാളും കുറവാണ് പ്ലൂറൽ ഫ്ലൂയിഡിലുള്ള LDH. And what are the causes of pleural effusion? ഓൾറെഡി പറഞ്ഞു. പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകുന്ന റീസൺസ്, അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് പ്ലാസ്മ കൊളോയിഡ് ഓങ്കോട്ടിക് പ്രഷർ, വീനസ് പ്രഷർ ആൻഡ് ഓൾസോ വാസ്കുലർ പെർമിയബിലിറ്റി. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസുഡേറ്റ് എന്നും എക്സുഡേറ്റ് എന്നും തരംതിരിക്കാം. സോ ട്രാൻസുഡേറ്റ് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, ലിവർ സിറോസിസ്, ഹൈപ്പോപ്രോട്ടീനിമിയ ആൻഡ് പൾമണറി എംബോളിസം. ദെൻ എക്സുഡേറ്റ് ആണെങ്കിൽ ഇൻഫെക്ഷൻസ് ലൈക്ക് ന്യൂമോണിയ ആൻഡ് ട്യൂബർകുലോസിസ്, പൾമണറി ഇൻഫാക്ഷൻ, acute pancreatitis, trauma to chest wall, malignancy like carcinoma of the breast, lymphoma and mesothelioma. Then collagen disorders like rheumatoid arthritis and systemic lupus erythematosus. So ഇതൊക്കെയാണ് pleural effusionന്റെ main reasons. Either it can be transudate or exudate. Now going on to the specimen collection. So ഇവിടുന്ന് മുതലാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, specimen collection. So specimen collection, the term is called as thoracocentesis. So thoracocentesis is nothing but a procedure to remove pleural fluid from the pleural cavity. ഈ പ്ലൂറൽ ക്യാവിറ്റിയിൽ നിന്നും പ്ലൂറൽ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ thoracocentesis എന്ന് പറയുന്നത്. വെരി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ക്ലിനിഷ്യനാണ് ഈ ഒരു പ്രൊസീജിയർ യൂഷ്വലി പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഒരു നീഡിൽ ഈ ചെസ്റ്റ് ക്യാവിറ്റിയിലേക്ക്, ദാറ്റ് മീൻസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ദ ചെസ്റ്റ് വാൾ, ആ പ്ലൂറൽ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ thoracocentesis പെർഫോം ചെയ്യുന്നത്. ആൻഡ് thoracocentesis
thoracosynthesis can be either diagnostic thoracosynthesis or therapeutic thoracosynthesis. Diagnostic thoracosynthesis എന്ന് പറഞ്ഞാൽ ആ ടേം തന്നെ അറിയാം, ഇറ്റ് ഈസ് യൂസ് ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസസ്. അതായത് ഒരു പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എഫ്യൂഷനായി മാറാനുള്ള കോസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് thoracosynthesis ചെയ്യുന്നത്. അല്ലെ, നമ്മൾ ലാബിലൊക്കെ റിസീവ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഡയഗ്നോസ്റ്റിക് thoracosynthesisന്റെ സ്പെസിമെൻ ആണ്. തെറാപ്യൂട്ടിക് thoracosynthesis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തെറാപ്പി ആയിട്ടാണ് നമ്മൾ thoracosynthesis പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ പ്ലൂറൽ എഫ്യൂഷനായി മാറുന്ന സമയത്ത് എക്സസ് ആയിട്ട് പ്ലൂറൽ ഫ്ലൂയിഡ് ഈ ഒരു പ്ലൂറൽ സ്പേസിൽ അക്യുമുലേറ്റ് ചെയ്താൽ ആ പേഷ്യൻറ്റിന് ഭയങ്കര ബ്രീതിങ് ഡിസ്കംഫേർട്ട് ആയിരിക്കും. സോ ആ ഒരു ഡിസ്കംഫേർട്ട് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സർജിക്കൽ ഡ്രെയിനേജ് വഴി നമുക്ക് thoracosynthesis എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ സർജിക്കൽ ഡ്രെയിനേജ് ചെയ്തിട്ട് പ്ലൂറൽ ഫ്ലൂയിഡിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്ലൂറൽ സ്പേസിലേക്ക് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സ് ഒക്കെ ഇൻസ്റ്റിൽ ചെയ്യണമെങ്കിലും തെറാപ്പീൻ്റെ ബേസിസിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് thoracosynthesis പെർഫോം ചെയ്യാം. സോ അതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയഗ്നോസ്റ്റിക് thoracosynthesis ആൻഡ് തെറാപ്യൂട്ടിക് thoracosynthesis. നൗ ഈ ഒരു പ്രൊസീജിയറിന് ചില കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. എന്താണ് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്നാൽ ആരിലൊക്കെ ഇത് ചെയ്തുകൂടാ? ഫസ്റ്റ് ഓഫ് ഓൾ, നോൺ കോപ്പറേറ്റീവ് പേഷ്യൻറ്റ്, കോയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ്. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന ആ ഒരു സൈറ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട്, ഫോർ എക്സാമ്പിൾ ചെസ്റ്റ് വാൾ പങ്ക്ചർ ചെയ്യുന്ന സൈറ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ നോട്ട് ടു ഡു ദ പ്രൊസീജിയർ. ദെൻ അൺസ്റ്റേബിൾ ആൻജൈന, ദെൻ കാർഡിയാക് അരിത്മിയാസ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ബെറ്റർ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോകാത്തതാണ് നല്ലത്. അതേപോലെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻ, ന്യൂമോതൊറാക്സ്, എയർ എംബോളിസം, ഇഞ്ചുറി ടു ദ ലിവർ ഓർ സ്പ്ലീൻ ആൻഡ് പൾമണറി എഡിമ. ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്. സോ നമ്മുടെ സ്പെസിമെൻ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അതിനുശേഷം ഈ കളക്ട് ചെയ്ത സ്പെസിമെനെ ഏതൊക്കെ ട്യൂബ്സിലേക്കാണ് നമ്മൾ ലബോറട്ടറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് നോക്കാം. സോ സെൽ കൗണ്ട്സ് ആണെങ്കിൽ EDT ആൻറ്റികോഗുലൻ്റ് ആണ് യൂഷ്വലി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ആണെങ്കിൽ ഹെപ്പാരിൻ. മൈക്രോബയോളജി സ്റ്റഡീസിന് സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ദെൻ കൾച്ചറിനുള്ള സ്പെസിമെൻ ആണെങ്കിൽ ബെറ്റർ നമ്മൾ ആ കൾച്ചർ പ്ലേറ്റിലേക്ക് ബെഡ് സൈഡിൽ തന്നെ പേഷ്യൻ്റെ ബെഡ് സൈഡിൽ നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കൾച്ചർ പ്ലേറ്റിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുക, സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് കണ്ടാമിനേഷൻ. ഓക്കെ, പിന്നെ അതേപോലെ മാലിഗ്നൻസി ഓർ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൈക്രോബാക്ടീരിയം, ട്യൂബർകുലോസിസ് ഒക്കെ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സെല്ലുലാർ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും ഫ്ലൂയിഡ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫ്ലൂയിഡ് നമ്മൾ കോൺസെൻട്രേഷൻ മെത്തേഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. പിന്നെ now is about the examination of pleural fluid. So this is the most important session for a MLT students. So pleural fluid examination എന്ന് പറയുമ്പോൾ നമുക്കതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റൂട്ടീൻ ടെസ്റ്റും രണ്ട് അഡീഷണൽ ടെസ്റ്റും. റൂട്ടീൻ ടെസ്റ്റിൽ വരുന്നത് ഗ്രോസ് എക്സാമിനേഷൻ. ഗ്രോസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓർ ദി അപ്പിയറൻസ്, അതിൻ്റെ ക്ലാരിറ്റി, ക്ലോട്ട് ഉണ്ടോ, അങ്ങനെയുള്ള കളർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രോസ് എക്സാമിനേഷനിൽ വരിക. സെക്കൻഡ് വൺ ഇസ് കെമിക്കൽ എക്സാമിനേഷൻ. കെമിക്കൽ എക്സാമിനേഷനിൽ പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, ലാക്ടേറ്റ്, കൊളസ്ട്രോൾ, then pleural fluid is to serum protein ratio. That means pleural fluidലുള്ള പ്രോട്ടീനും serum പ്രോട്ടീനും തമ്മിലുള്ള റേഷ്യോ. then pleural fluidലുള്ള lactate dehydrogenase സിറത്തിലെ lactate dehydrogenase തമ്മിലുള്ള റേഷ്യോ, that is PF is to serum LD ratio. then cell count, total കൗണ്ടും ഡിഫറൻഷ്യൽ കൗണ്ടും, TC and DC, സൈറ്റോളജി, കൾച്ചർ ആൻഡ് ഗ്രാം സ്റ്റെയിൻ. ഇതൊക്കെയാണ് റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഈ റുട്ടീൻ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അതാണ് അഡീഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അഡീഷണൽ ടെസ്റ്റിൽ വരുന്നത് ഫസ്റ്റ് വൺ ഈസ് എൻസൈം. എൻസൈം എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എമൈലേസും LDH ആണ്. LDH മീൻസ് ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ്. ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടിയ സാമ്പിൾ അതൊരു കൈലസ് എഫ്യൂഷൻ ആണെങ്കിൽ usually we'll go for lipid examination. Then tumor markers like carcino embryonic antigen, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇനിയുള്ള സെഷനിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ഇമ്മ്യൂണോളജിക്കൽ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് RA ഫാക്ടർ. RA ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിമൈറ്റോഡ് ആർത്രൈറ്റിസ് ഫാക്ടർ. ദെൻ ANA ഈസ് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി. പിന്നെ നമ്മൾ കോംപ്ലിമെൻറ്റ് ലെവൽസും ചില കണ്ടീഷൻസിൽ ചെക്ക് ചെയ്യും. ഇതൊക്കെയാണ് അഡീഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഓഫ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഈ റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കൊടുത്ത റുട്ടീൻ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദി ഗ്രോസ് എക്സാമിനേഷൻ ഓർ ദി അപ്പിയറൻസ്. സോ ട്രാൻസുഡേറ്റ് ആണെങ്കിൽ യൂഷ്വലി ഇത് ക്ലിയർ പെയിൽ യെല്ലോ അല്ലെങ്കിൽ സ്ട്രോ കളേർഡ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ക്ലോട്ട് ഓൺ സ്റ്റാൻഡിങ് ബിക്കോസ് ട്രാൻസുഡേറ്റിൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ക്ലോട്ട് ചെയ്യില്ല. Then exudate ആണെങ്കിൽ it will be opaque or turbid because it may contain higher protein, increased protein, leucocyte അല്ലെങ്കിൽ malignant cells ഉണ്ടാകാം. ആൻഡ് ചിലപ്പം
പ്രോട്ടീൻ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ട്രോ കളേർഡ് ആയിട്ടുള്ള ട്രാൻസുഡേറ്റീവ് ഫ്ലൂയിഡ് കാണുന്ന ഒരു കണ്ടീഷനാണ് കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയറും അതേപോലെ തന്നെ ലിവർ സിറോസിസും. തിക്കായിട്ടുള്ള എക്സുഡേറ്റീവ് ഫ്ലൂയിഡ് കാണുന്നത് ന്യൂമോണിയയിലും ക്യാൻസറിലുമാണ്. വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് മീസോത്തീലിയോമയിൽ കാണും. അതേപോലെ ബ്ലഡി ഓർ ഹെമറാജിക് ഫ്ലൂയിഡ് ഈസ് യൂഷ്വലി ഒബ്സർവ്ഡ് ഇൻ ട്രോമാറ്റിക് ടാപ്പ്, പൾമണറി ഇൻഫാക്ഷൻ ഓർ മാലിഗ്നൻസി. ഹെമറാജ് ഇൻ പ്ലൂറൽ സ്പേസിനെ നമ്മൾ ഹീമോതൊറാക്സ് എന്നാണ് പറയുന്നത്. സിമിലർലി ഫൗൾ സ്മെല്ലിംഗ് പ്ലൂറൽ ഫ്ലൂയിഡ് കാണുന്നത് എനേറോബിക് ഇൻഫെക്ഷനിലാണ്. അതേപോലെ യൂറിനോതൊറാക്സ് എന്നാണ് ദ പ്രസൻസ് ഓഫ് യൂറിൻ ഇൻ തൊറാക്സ് ഓഫ് ദ പ്ലൂറൽ ക്യാവിറ്റി. അതൊരു വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സോ ദ പ്ലൂറൽ ഫ്ലൂയിഡ് വിൽ ഹാവ് എ യൂറിനസ് ഓർഡർ. ഓക്കെ, സോ ഇതൊക്കെയാണ് അപ്പിയറൻസ്. ഗ്രോസ് എക്സാമിനേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കൈലോതൊറാക്സ്. കൈലോതൊറാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ എഫ്യൂഷൻ മിൽക്കി ഓർ കൈലസ് ആണെങ്കിൽ അതിനാണ് നമ്മൾ കൈലോതൊറാക്സ് എന്ന് പറയുന്നത്. ഈ കൈലോതൊറാക്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ട്രൂ കൈലസ് എഫ്യൂഷൻ ഉണ്ട്, സ്യൂഡോ കൈലസ് എഫ്യൂഷൻ ഉണ്ട്. സ്യൂഡോ മീൻസ് ഫാൾസ്. സോ ട്രൂ കൈലസ് എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ലിംഫാറ്റിക് ഡക്റ്റാണ്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഇഞ്ചുറി, കാർസിനോമ ഓർ ലിംഫോമ. സോ അവിടുത്തെ കേസിൽ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. കാരണം ലിംഫാറ്റിക് ഡക്ട് ഒബ്സ്ട്രക്റ്റഡ് ആയതുകൊണ്ട് തന്നെ TGയുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഇറ്റ് വിൽ ബി മോർ ദാൻ 110 mg/dL. സോ ആ ഒരു ഫ്ലൂയിഡിൻ്റെ മൈക്രോസ്കോപ്പി നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ സി ലിംഫോസൈറ്റ്സ്. ഒരുപാട് ലിംഫോസൈറ്റ്സ് കാണാൻ പറ്റും. സോ ദർ വിൽ ബി ലിംഫോസൈറ്റോസിസ്. അതേപോലെ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്, സുഡാൻ 3 സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സെൻട്രിഫ്യൂഗേഷൻ, ഈ ഒരു ഫ്ലൂയിഡിനെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ക്രീമി ലെയർ ഓഫ് കൈലോ മൈക്രോൺസ്. അത് വളരെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓഫ് എ ട്രൂ കൈലസ് എഫ്യൂഷൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ട്രൂ കൈലസ് എഫ്യൂഷൻ. സ്യൂഡോ കൈലസ് എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്രോണിക് ആയിട്ട് ഈ പൾമണറി എഫ്യൂഷൻ ഉള്ള ഒരാളിൽ ലിപ്പിഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ മൂലം ഉണ്ടാകുന്നതാണ് സ്യൂഡോ കൈലസ് എഫ്യൂഷൻ. ഒരുപാട് കാലമായിട്ട് പ്ലൂറൽ സ്പേസിൽ ഈ ഒരു ഫ്ലൂയിഡ് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് സെല്ലുലാർ ലിപ്പിഡ്സ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് സ്യൂഡോ കൈലസ് എഫ്യൂഷൻ ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഫ്ലൂയിഡിന് അത്ര മിൽക്കി അപ്പിയറൻസ് ആയിരിക്കില്ല. ഇറ്റ് വിൽ ഹാവ് എ ബ്രൈറ്റ് മിൽക്കി അല്ലെങ്കിൽ ഒപ്പേക്ക് അപ്പിയറൻസിന് പകരം ഒരു ബ്രൈറ്റ് ഷൈനി അപ്പിയറൻസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ആൻഡ് മൈക്രോസ്കോപ്പിയിൽ ലിംഫോസൈറ്റ്സ് മാത്രമല്ല കാണാൻ, ഒരു മിക്സഡ് സെല്ലുലാരിറ്റി ആയിരിക്കും. അതേപോലെ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസും കാണാൻ പറ്റും. TGയുടെ കോൺസെൻട്രേഷൻ അവിടെ 110 mg കൂടുതലായിരുന്നു. ഇവിടെ 50 mg/dL കുറവായിരിക്കും. അതേപോലെ ഏറ്റവും പ്രിഡോമിനൻറ്റ് ഫീച്ചർ ആയിട്ടുള്ള കൈലോ മൈക്രോൺസ് അതിവിടെ ഒരിക്കലും കാണില്ല. സോ ട്രൂ കൈലസ് എഫ്യൂഷൻ്റെ കേസിലാണ് TG കോൺസെൻട്രേഷൻ കൂടുന്നതും ലിംഫോസൈറ്റ്സ് എലിവേറ്റ് ആവുന്നതും ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് കാണുന്നതും കൈലോ മൈക്രോൺസ് പ്രസന്റ് ആവുന്നു. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൈലോതൊറാക്സിൻ്റെ ഡിഫറൻഷിയേഷൻ, ട്രൂ കൈലസ് എഫ്യൂഷൻ ആൻഡ് സ്യൂഡോ കൈലസ് എഫ്യൂഷൻ. So that is all about the gross examination or appearance. Now going on to cell counts. Cell counts എന്ന് പറയുമ്പോൾ നമ്മൾ TCDC or total count and differential count ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ടിന് നമുക്ക് ഒന്നെങ്കിൽ മാനുവൽ ഹീമോസൈറ്റോമീറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് സെൽ കൗണ്ടേഴ്സ് യൂസ് ചെയ്യാം. ട്രാൻസുഡേറ്റ് ആണെങ്കിൽ യൂഷ്വലി ടോട്ടൽ സെൽ കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1000 cells per microliter ആയിരിക്കും. എക്സുഡേറ്റ് ആണെങ്കിൽ മോർ ദാൻ 1000 cells per microliter ആയിരിക്കും. ആൻഡ് റെഡ് സെൽ കൗണ്ട്സ് ഒരു 10 lakhനേക്കാളും കൂടുന്നത്, 10 lakh cells per microliterനേക്കാളും റെഡ് സെൽസ് കൗണ്ട് കൂടുന്നത് മാലിഗ്നൻസിയിലും ട്രോമയിലും അതേപോലെ പൾമണറി ഇൻഫാക്ഷനിലുമാണ്. ദെൻ അബൌട്ട് ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട്. ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഈ ഒരു എഫ്യൂഷൻ്റെ ഈ ഒരു ബോഡി ഫ്ലൂയിഡിൻ്റെ ബ്ലഡ് സ്മിയറിനെ നമ്മളെന്താ ചെയ്യുക? ഒന്നെങ്കിൽ സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ വഴി ഒരു സെഡിമെൻ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ടുള്ള എഫ്യൂഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു സ്മിയർ ഉണ്ടാക്കിയതിന് ശേഷം അത് റോമനോസ്കി സ്റ്റെയിൻ ചെയ്യുക. ഇറ്റ്സ് നോട്ട് ബ്ലഡ് സ്മിയർ, അത് തെറ്റാണ്. റോമനോസ്കി സ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്മിയർ ആണ്. പ്ലീസ് കറക്റ്റഡ്. സോ അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ വി ക്യാൻ സി ന്യൂട്രോഫിൽസ് എക്സസ് ആയിട്ട് കാണുന്നത് പ്ലൂറൽ ഇൻഫ്ലമേഷനിലാണ്. ദാറ്റ് ഇസ് സീൻ ഇൻ ബാക്ടീരിയൽ ന്യൂമോണിയ, പാൻക്രിയാറ്റൈറ്റിസ് ആൻഡ് പൾമണറി ഇൻഫെക്ഷൻ. സോ സിമിലർലി ലിംഫോസൈറ്റ്സ് കാണുന്നത് വൈറൽ ഇൻഫെക്ഷൻ, മാലിഗ്നൻസി, ട്യൂബർകുലോസിസ് ആൻഡ് SLE. SLE സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്. യൂസ്നോഫിൽസ് ആണെങ്കിൽ ന്യൂമോതൊറാക്സ്, ട്രോമ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി സിൻഡ്രോംസ് ആൻഡ് ഡ്രഗ് റിയാക്ഷൻ. ദെൻ ഗോയിങ് ഓൺ ടു സൈറ്റോളജിയിൽ നമുക്ക് പാപ്സ്മിയർ ആണ് യൂഷ്വലി ചെയ്യുന്നത്.
സോ ഈ ഒരു എഫ്യൂഷൻ്റെ ഒന്നെങ്കിൽ ഫിൽട്രേഷൻ വഴി നമുക്ക് എഫ്യൂഷൻ്റെ കോൺസെൻട്രേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് കോൺസെൻട്രേഷൻ മെത്തേഡ്സോ ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള തിൻ ലെയർ സൈറ്റോളജി മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എഫ്യൂഷനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്നാൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെഡിമെൻറ്റിൽ നിന്നും നമ്മൾ സ്മിയർ ഉണ്ടാക്കിയിട്ട് ആ സ്മിയറിനെയാണ് നമ്മൾ പാപ്പനിക്കോളോ സ്റ്റെയിൻ ചെയ്യേണ്ടത്. സോ പാപ്പനിക്കോളോ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ആസ് എ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സെല്ലാണ് മീസോത്തീരിയൽ സെൽസ്. സോ ഇൻഫ്ലമേറ്ററി പ്രോസസ്സസിൽ മീസോത്തീരിയൽ സെൽസ് എലിവേറ്റഡ് ആയിരിക്കും. സോ ദിസ് ഇസ് എ പിക്ചർ ഓഫ് മീസോത്തീരിയൽ സെൽസ്. അതേപോലെ തന്നെയാണ് ഈ ബ്രസ്റ്റ് കാർസിനോമയൊക്കെ വരുന്ന സമയത്ത് വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള കാർസിനോമ സെൽസ് കാണാൻ പറ്റും. സോ ദിസ് ഇസ് എ വെൽ ഡിഫറൻഷിയേറ്റഡ് കാർസിനോമ സെൽ ഫ്രം എ ബ്രസ്റ്റ് CA. ഓക്കെ. Now going on to chemical analysis. Chemical analysis protein estimation ഉണ്ട്. Protein estimation it is of little clinical value because protein concentration in the pleural fluid is almost very low. Then glucose എന്ന് പറഞ്ഞാൽ similar to serum levels ആണ്, and estimation is also similar to the serum glucose estimation. പിന്നെ ലാക്ടേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് പ്ലൂറൈറ്റിസ് ഉള്ള പേഷ്യൻസിൻ്റെ റാപ്പിഡ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് ലാക്ടേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ബാക്ടീരിയൽ ആൻഡ് ട്യൂബർക്കുലസ് പ്ലൂറൽ ഇൻഫെക്ഷൻസിലും ലാക്ടേറ്റ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. പിന്നെ എൻസൈംസ് നമ്മൾ ഫസ്റ്റ് തന്നെ അഡീഷണൽ ടെസ്റ്റിലെ എൻസൈംസ് പറഞ്ഞപ്പോൾ നമ്മൾ 2 എൻസൈംസ് ആണ് അവിടെ ഡിസ്കസ് ചെയ്തത്, മൈലേസും അതേപോലെ ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസും. അതേപോലെ തന്നെ നമുക്ക് അഡിനോസിൻ ഡിഅമിനീസും കൂടെ ചെക്ക് ചെയ്യാം. മൈലേസ് ലെവൽസ് സിറം ലെവൽസിനേക്കാളും കൂടുന്ന കണ്ടീഷനാണ് പാൻക്രിയാറ്റൈറ്റിസ്, അതേപോലെ ഈസോഫേജിയൽ റപ്ചർ. ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ് ലാക്ടേറ്റ് ഡിഹൈഡ്രോജനീസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇൻഫ്ലമേഷൻ. ദെൻ അഡിനോസിൻ ഡിഅമിനീസ് ഇസ് ഇൻക്രീസ്ഡ് ഇൻ ട്യൂബർക്കുലസ് പ്ലൂറൈറ്റിസ്. സിമിലർലി യു ക്യാൻ ഗോ ഫോർ ഇന്റർഫെറോൺ ഗാമ ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് ട്യൂബർക്കുലസ് പ്ലൂറൈറ്റിസിൽ കൂടുതലായിരിക്കും. pH എന്ന് പറഞ്ഞാൽ പാരാ ന്യൂമോണിക് എഫ്യൂഷൻ, അതായത് ന്യൂമോണിയ കാരണമുള്ള പ്ലൂറൽ എഫ്യൂഷൻ. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലുള്ള ഇതിൻ്റെ പ്രോഗ്നോസിസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ pH നോക്കുന്നത്. സോ pH ഓഫ് ദ പ്ലൂറൽ ഫ്ലൂയിഡ് ഗ്രേറ്റർ ദാൻ 7.30 ആണെങ്കിൽ മെഡിക്കൽ തെറാപ്പി വെച്ചിട്ട് തന്നെ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റുന്നതാണ് അർത്ഥം. അതേപോലെ 7.20 താഴെയാണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, സർജിക്കൽ ഡ്രെയിനേജ് തന്നെ വേണ്ടി വരും. 6.0 താഴെയാണെങ്കിൽ അവിടെ ഈസോഫേജിയൽ റപ്ചർ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ദെൻ C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇൻഫ്ലമേറ്ററി മാർക്കറാണ്. സോ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഓർഗൻ ഡിസീസ്, അതേപോലെ ഡിസീസ് ആക്ടിവിറ്റി എത്രമാത്രം സിവിയർ ആണെന്ന് അറിയാനും അത് തെറാപ്പിക്ക് എത്രമാത്രം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നോക്കാനും നമുക്ക് CRP ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ലിപ്പിഡ്സ് നേരത്തെ പറഞ്ഞതുപോലെ കൈലസ് എഫ്യൂഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ലിപ്പിഡ്സിൻ്റെ എക്സാമിനേഷനിലേക്ക് പോകുന്നത്. TG 110 കൂടുതലാണെങ്കിൽ അത് ട്രൂ കൈലസ് എഫ്യൂഷനാണ്. അതേപോലെ കൊളസ്ട്രോൾ ലെവൽസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസുഡേറ്റിനും എക്സുഡേറ്റിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടേമാണ് ട്യൂബർകുലോസ് സ്റ്റിയറിക് ആസിഡ്. അത് പൾമണറി ട്യൂബർകുലോസിസ് ഉള്ള പേഷ്യൻറ്റിൻ്റെ പ്ലൂറൽ ഫ്ലൂയിഡിൽ കണ്ടുപിടിക്കുന്ന ഒരു ആസിഡാണ് ട്യൂബർകുലോസ് സ്റ്റിയറിക് ആസിഡ്. We can detect them by using gas chromatography or mass spectroscopy. Then tumor markersലേക്ക് പോകുമ്പോൾ കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ CA15-3, CA549 and CA72-4 ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ട്യൂമർ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡീസും അതേപോലെ റിമാറ്റോയിഡ് ഫാക്ടേഴ്സും അതുമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. RA ഫാക്ടർ യൂഷ്വലി കാണുന്നത് പ്ലൂറൽ എഫ്യൂഷൻ സീറോ പോസിറ്റീവ്, അതായത് റിമാറ്റോയിഡ് ആർത്രൈറ്റിസ് സീറോ പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ പ്ലൂറൽ ഫ്ലൂയിഡ് എക്സാമിനേഷനിലാണ് നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ പ്ലൂറൽ എഫ്യൂഷനിലാണ് RA ഫാക്ടർ കാണുന്നത്. അതേപോലെ ANA ലൂപ്പസ് പ്ലൂറൈറ്റിസ് ഉള്ള പേഷ്യൻസിലാണ് ANA പോസിറ്റീവ് ആവുന്നത്. Microbiological examination includes the testing of bacteria which are associated with the parapneumonic effusions. അതിൽ Staph aureus, Streptococcus pneumoniae and Enterococci ഇതൊക്കെയാണ് വരുന്നത്. ദെൻ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ബോഡി ഫ്ലൂയിഡ് നമ്മൾ ലാബിൽ റിസീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദം വെദർ ഇറ്റ് ഇസ് എ ട്രാൻസുഡേറ്റ് ഓർ എൻ എക്സുഡേറ്റ്. സോ പ്ലൂറൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമുക്ക് ട്രാൻസുഡേറ്റ് ആണോ എക്സുഡേറ്റ് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ട്രാൻസുഡേറ്റ് വിൽ ബി ക്ലിയർ, കളർലെസ് ആൻഡ് സ്ട്രോക്ക് കളേർഡ്, whereas എക്സുഡേറ്റ് വിൽ ബി ക്ലൗഡി, പ്യൂറുലൻറ്റ് ആൻഡ് ഹെമറാജിക്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1.015 ആണ് ട്രാൻസുഡേറ്റിൽ, whereas എക്സുഡേറ്റിൽ മോർ ദാൻ 1.015. Total protein is less than 3 gram per deciliter. It is more than 3 gram per deciliter in exudate. Then pleural fluid is to serum protein ratio. അതായത് പ്ലൂറൽ ഫ്ലൂയിഡിലെ പ്രോട്ടീനും സിറത്തിലുള്ള പ്രോട്ടീനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ട്രാൻസുഡേറ്റ് ആണെങ്കിൽ ലെസ് ദാൻ 0.5 ആയിരിക്കും, എക്സുഡേറ്റ് ആണെങ്കിൽ മോർ ദാൻ 0.5 ആയിരിക്കും. ദെൻ പ്ലൂറൽ ഫ്ലൂയിഡിൽ ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞാൽ
സിറത്തിലുള്ള ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസിൻ്റെ 2/3 കുറവായിരിക്കും. അതേസമയം ട്രാൻസുഡേറ്റിൽ എക്സുഡേറ്റിലാണെങ്കിൽ 2/3 കൂടുതലായിരിക്കും. ദെൻ പ്ലൂറൽ ഫ്ലൂയിഡിലെ LDHും സിറം LDHും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ട്രാൻസുഡേറ്റിൽ <0.6, എക്സുഡേറ്റിൽ <0.6. Then pleural fluid cholesterol is less than 45 mg per deciliter in transudate and more than 45 mg per deciliter in exudate. Then pleural fluid cholesterol serum cholesterol തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് less than 0.3 in transudate and more than 0.3 in exudate. So this is all about the examination, detailed examination of pleural fluid. So ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം.